പവർ ഇലക്ട്രോണിക്സ് ആൻഡ് ഡ്രൈവ്സ് ഇങ്ങനെ ഒരു കോഴ്സിനെ പറ്റി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫീൽഡിനെ പറ്റി നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അങ്ങനെ കേട്ടിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ ഇന്നത്തെ ക്യാമ്പസ് സെർച്ചിന്റെ വീഡിയോയിലൂടെ അതിനെപ്പറ്റിയുള്ള ബേസിക് ഡീറ്റെയിൽസ് ആണ് നിങ്ങളിൽ എത്തിക്കാൻ പോകുന്നത്. സോ വെൽക്കം ബാക്ക് ടു ക്യാമ്പസ് സെർച്ച്. എന്താണ് പവർ ഇലക്ട്രോണിക്സ് ആൻഡ് ഡ്രൈവ് എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? നമ്മുടെ ഇലക്ട്രിസിറ്റിയില്ലേ, അതിൻ്റെ പവർ അല്ലെങ്കിൽ അതിൻ്റെ കൺട്രോൾ, അതിൻ്റെ കൺവേർഷൻ, ഇതിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ഒരു ഫീൽഡ് അല്ലെങ്കിൽ മറ്റൊരു മേഖലയാണ് പവർ ഇലക്ട്രിക് ആൻഡ് ഡ്രൈവ് എന്ന് പറയുന്നത്. ഈ ഒരു കോഴ്സിലൂടെ ഇലക്ട്രിക്കൽ എനർജി, അതിൻ്റെ ഫ്ലോ, അതിൻ്റെ മാനേജ്മെൻറ്റ്, ഇലക്ട്രോണിക് സിസ്റ്റത്തിൻ്റെ ഇംപ്ലിമെൻറ്റ്, ഡിസൈനിങ് എന്നിവയെ പറ്റിയിട്ടുള്ള പഠിക്കുവാനും അതിൻ്റെ സ്കിൽസ് ആൻഡ് നോളജൊക്കെ വളർത്തിയെടുക്കാനും സാധിക്കുന്നതാണ്. മാനുഫാക്ചറിങ്, റിന്യൂവബിൾ എനർജി, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി, റോബോട്ടിക്സ് ഇങ്ങനെയുള്ള വേരിയസ് ആയിട്ടുള്ള ഇൻഡസ്ട്രികളിൽ വളരെ ക്രൂഷ്യലായിട്ടൊരു റോൾ തന്നെയാണ് ഈ ഒരു ഫീൽഡിന് നൽകാനുള്ളത്. ഫണ്ടമെന്റൽസ് ഓഫ് പവർ ഇലക്ട്രോണിക്സ്, ഡിജിറ്റൽ കൺട്രോൾ സിസ്റ്റം, ഇലക്ട്രോമാഗ്നറ്റിക് തിയറി, ഇലക്ട്രിക് ഡ്രൈവ്, റിന്യൂവബിൾ എനർജി ഇൻറ്റഗ്രേഷൻ ഇങ്ങനെയുള്ള കുറച്ചധികം സിലബസുകൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലൂടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് ഈ ഒരു കോഴ്സിന് ഡ്യൂറേഷൻ വരുന്നത് ബാച്ചലർ ഡിഗ്രി ആണെങ്കിൽ 4 years ആണ്. നിങ്ങളൊരു മാസ്റ്റർ ഡിഗ്രി ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആളാണെങ്കിൽ 1 to 2 years ആണ് ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് +2 സയൻസ് സബ്ജക്റ്റ് ആയിരിക്കണം പഠിച്ചിരിക്കേണ്ടത്. അതിൽ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നീ സബ്ജക്റ്റുകൾ ഇൻക്ലൂഡഡ് ആയിരിക്കണം. ആൻഡ് +2 നിങ്ങൾക്ക് 50% അതിന് മുകളിലോ മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്. 50% എബോ എന്ന് പറയാൻ കാരണം ലിമിറ്റഡ് സീറ്റാണ്. അതുകൊണ്ട് തന്നെ നല്ല മാർക്ക് വാങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി, കോളേജസ് ഒക്കെ അനുസരിച്ചിട്ട് അഡ്മിഷൻ പ്രൊസീജിയേഴ്സിൽ മാറ്റങ്ങളും വരാം. ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ഫീൽഡിന് ഒട്ടനവധി മേഖലകളിൽ, ഇൻഡസ്ട്രികളിൽ വലിയ രീതിയിലുള്ള സ്വാധീനം ഉണ്ടെന്ന്. അതായത് മാനുഫാക്ചറിങ്, റോബോട്ടിക്സ്, ട്രാൻസ്പോർട്ടേഷൻ, ഓട്ടോമൊബൈൽ അങ്ങനെയുള്ള മേഖലകളിൽ ഒരു ക്രൂഷ്യൽ റോൾ തന്നെയാണ് ഈ ഒരു ഇൻഡസ്ട്രി വഹിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡ് വഹിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ കരിയർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇത്തരം മേഖലകളിൽ ഒട്ടനവധി കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ ഒരു കോഴ്സ് തുറന്നു നൽകുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ മേഖലകളിൽ നിങ്ങളുടെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ബിൽഡ് ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം. പവർ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, കൺട്രോൾ സിസ്റ്റം എഞ്ചിനീയർ, റിന്യൂവബിൾ എനർജി സ്പെഷ്യലിസ്റ്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രി ഇത്തരം മേഖലകളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. സോ ക്യാമ്പസ് സെർച്ചിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ പവർ ഇലക്ട്രോണിക്സ് ആൻഡ് ഡ്രൈവ് എന്ന് പറയുന്ന കോഴ്സിൻ്റെ ബേസിക് കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണം, ഇതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയറിനെ പറ്റി അറിയണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ട് അത് ക്ലിയർ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങളുടെ കരിയർ അല്ലെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോഴ്സായിരിക്കും നിങ്ങളുടെ കരിയറായിട്ട് മാറുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കോഴ്സുകളും അത്ര ഡീപ്പായിട്ട് അല്ലെങ്കിൽ അത്ര അറിഞ്ഞതിന് ശേഷം മാത്രം സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ക്യാമ്പസ് സെർച്ചിൻ്റെ മറ്റൊരു വീഡിയോയുടെ പുതിയ കോഴ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.